വളരെ വിശദമായിട്ട് എല്ലാ വാദമുഖങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജ് പാസ്സാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല 28/7/2020 മുതൽ നിലനിൽക്കുന്ന പലതരം കംപ്ലൈൻറ്റുകളുടെയും അങ്ങനെ തുടങ്ങി വെച്ചിട്ടുള്ള അന്വേഷണങ്ങൾക്കൊന്നും തന്നെ തൃപ്തികരമായി മറുപടി കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ്, നിരന്തരം പരാതികൾ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലി ഇത്തരത്തിലൊരു SFIO അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. ഈ 28/7/2020 ഈ ഓർഡർ വായിച്ചപ്പോൾ ശരിക്കും ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയില്ലല്ലോ ശ്രീ വിനു. ഈ ഓർഡർ വായിക്കുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർജിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 28/7/2020 ഈ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള അഡ്രസ്സ് പരാമർശിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ROCക്ക് കിട്ടുകയും അത് പ്രകാരം അന്വേഷണം കമൻസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കമൻസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത്, ഈ മറുപടിയായിട്ട് കൊടുത്തിരുന്നത്, കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് കമ്പനിയുടെ ഓഫീസ് നിർത്തിവെക്കുകയും വീട്ടിൽ നിന്നാണ് ഓപ്പറേഷൻസ് നടത്തിയിരുന്നതെന്നാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്, ഈ കമ്പനിയുടെ അഡ്രസ്സായിട്ട് കൊടുത്തിരുന്നത് തിരുവനന്തപുരത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാപനമാണ്. AKG സെൻറ്റർ എന്നാണ് അഡ്രസ്സിൽ വെച്ചിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയും പ്രബലമായ ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ചെന്ന കത്ത് തിരിച്ചു ചെന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഇനിഷ്യേറ്റ് ചെയ്ത പല അന്വേഷണങ്ങളുടെയും ഫൈനൽ സ്റ്റേജിലാണ് ഇത്തരത്തിൽ SFIO അന്വേഷണത്തിലേക്ക് ചെല്ലുന്നത്. കോടതിയുടെ മുൻപിൽ വ്യക്തമായിട്ട് റൈസ് ചെയ്തിട്ടുള്ള ഓരോ ഗ്രൗണ്ടും വളരെ സർജിക്കൽ പ്രിസിഷനോടുകൂടി അഡ്രസ്സ് ചെയ്തിട്ടാണ് കോടതി ഈ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവിനായി വെച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇടക്കാല ഉത്തരവിനായി വെച്ച തീയതിയിൽ ഹർജി തന്നെ തള്ളിക്കൊണ്ട് ഒരു തരത്തിലും ഇത് നിലനിൽക്കുന്നതല്ല എന്നാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു ഡിസ്ക്രിപ്പൻസി എന്താണെന്ന് പറഞ്ഞാൽ, വർക്ക് ഫ്രം ഹോം ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഹോമിലെ അല്ലേ ശ്രീ വിനു വരേണ്ടത്? ഈ അഡ്രസ്സ് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്നു? ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസ് ആണ് എന്നിരിക്കെ വർക്ക് ഫ്രം ഹോം ആയിരുന്നത് കൊണ്ട് മറ്റേ ഓഫീസ് അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, പകരം ഈ സ്ഥാപനത്തിൻ്റെ പേര്, ഇത്ര മഹത്തായ വലിയൊരു രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ പേരെങ്ങനെയാണ് അഡ്രസ്സായിട്ട് കൊടുക്കാൻ ചെന്നു? എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ച് ROCയുടെ അടുത്തുനിന്ന് എന്ന കമ്മ്യൂണിക്കേഷൻ അത് കൈപ്പറ്റാതെ തിരിച്ചയച്ചു. അവിടെയും പണി കിട്ടി. കാരണം ഇതെന്തിനവിടെ വന്നു എന്ന് അവിടെ ഇരുന്ന് ആരെങ്കിലും ചിന്തിച്ച് കാണും. അത് തിരിച്ചയക്കുകയുണ്ടായി. അതൊക്കെ ഈ ഓർഡറിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. റൈസ് ചെയ്തിരിക്കുന്ന കണ്ടൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 210 അന്വേഷണവും 212 അന്വേഷണവും രണ്ടും ഒരുമിച്ച് പോകാനൊക്കത്തില്ല. 210 അന്വേഷണ പ്രകാരം ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ 212 അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ അന്വേഷണം സമഗ്രമായി ഒരു റിപ്പോർട്ടിലേക്ക് എത്തിച്ചെല്ലാത്തതിനാൽ ഇത്തരത്തിൽ 212 പ്രകാരം ഒരു അന്വേഷണം എന്ന് പറയുന്നത് അസാധ്യമാണ്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരം എല്ലാ ആസ്പെക്ട്സും വിശദമായി കേട്ടതിന് ശേഷവും ഈ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വ്യത്യസ്തമായിട്ട പ്രൊവിഷൻസ് പരിശോധിച്ചതിന് ശേഷവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ 210 അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട്, അത് ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് എന്ന സ്റ്റാറ്റ്യൂട്ട് പറയുന്നില്ല. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗ്യവശാൽ ഒരു വലിയ ഉടായിപ്പ് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ആ രണ്ട് പദങ്ങളാണ് സെറൻഡിപ്പിറ്റി എന്നും സ്കൾഡഗറി എന്നും, ഈ രണ്ട് പദങ്ങൾ ഓർഡറിൽ ബോൾഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഭാഗ്യവശാൽ ഉദ്യോഗസ്ഥന്മാർ അതിൽ ചെന്ന് തട്ടി വീഴുകയാണ്. എന്താണ് നോക്കുമ്പോൾ സ്കൾഡഗറി, അതായത് ഒരു വലിയ ഉടായിപ്പ്. അങ്ങനൊരു ഉടായിപ്പിലേക്ക് ചെന്നെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വഴി ശേഷം നടപടിയിലേക്ക് കടക്കുവാൻ കഴിയും. സ്റ്റാറ്റ്യൂട്ട് പറയുന്നില്ല ഫൈനൽ റിപ്പോർട്ട് വേണമെന്നോ, റിപ്പോർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും SFIOയ്ക്ക് 212 പ്രകാരം അന്വേഷണം ഏൽപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സന്ദർഭവശാൽ അത്തരം വലിയൊരു ഉടായിപ്പിലേക്ക് ചെന്ന് ചേരുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, SFIO എന്ന് പറയുന്നത് ചുമ്മാതെ പുറത്ത് ഈ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽപ്പെടാത്ത ഒരു ഏജൻസിയെ ചുമ്മാതെ നടന്നു പോകുന്ന ഒരു ഏജൻസിയെ അങ്ങ് ഏൽപ്പിക്കുകയല്ലോ. ഇവിടെ ഇപ്പോൾ കേരള പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, കർണാടക പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്.
അതല്ലെങ്കിൽ റോയെ അല്ലല്ലോ ഏൽപ്പിക്കുന്നത്. കമ്പനി നിയമത്തിൽ വിഭാവനം ചെയ്യുന്ന SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വഴി ഇത്ര ഗുരുതരമായിട്ടുള്ള ഉഡായിപ്പ് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്കൾഡഗറിയുടെ അടിസ്ഥാനത്തിൽ ഇത് ഏൽപ്പിക്കുവാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെയാണ് ആ ഓർഡറിൽ വ്യക്തമാക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അറിയാം, ഒരു മോഷണം നടന്നു. മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു റെയ്ഡ് നടക്കുകയാണ്, അത് റിക്കവർ ചെയ്യുവാൻ വേണ്ടി. നടക്കുന്ന സമയത്ത് ആ ഗോഡൗണിൽ RDX കണ്ടു. RDX എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള സ്ഫോടനശേഷിയുള്ള വസ്തുക്കളാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അപകടത്തിലാക്കുവാൻ പ്രാപ്തമായ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കാം ഈ മോഷണം നടത്തിയത്. അപ്പോൾ ഈ RDX കണ്ടു കഴിഞ്ഞാൽ ഒഫൻസ് മാറിയില്ലേ? അത് കഴിഞ്ഞിട്ട് UAPA ഒഫൻസ് ചാർജ് ചെയ്ത് NIA അന്വേഷിക്കാൻ പാടില്ല, കേരള പോലീസ് തന്നെ ഇത് അന്വേഷിച്ചേ തീരൂ. കേരള പോലീസിനും സ്ഫോടന സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുമല്ലോ, ആംസ് ആക്ട് പ്രകാരമൊക്കെ ചാർജ് ചെയ്യാൻ കഴിയുമല്ലോ. ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പില്ലായ്മയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പം വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഇതിനകത്തുനിന്ന് ഒഴിയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പിന്നെ കോടതി പറയുന്നുണ്ട് ഈ 212 റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അപ്പോൾ കോടതി പറയുന്നു അതിവിശദമായിട്ട് കാരണങ്ങളൊന്നും ചൂണ്ടിക്കാട്ടേണ്ടതായിട്ടില്ല. അത് നേരത്തെ നമ്മുടെ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സഹാറ കേസിലെ ഉത്തരവ് പരാമർശിച്ച് നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 210 പ്രകാരമുള്ള ഇൻ്ററിം റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മതി. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗൗരവകരമായിട്ടുള്ള കാര്യമുണ്ട്, സീരിയസ് ഫ്രോഡ്, വലിയ ഉഡായിപ്പുണ്ട്. അത് അന്വേഷിക്കാൻ SFIO വേണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, ഏൽപ്പിക്കാൻ കഴിയും. ഹൈക്കോടതി അവരുടെ ഒരു പെന്നിൻ്റെ ഒരു സിംഗിൾ സ്ട്രോക്കിൽ ആ അന്വേഷണം തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന എല്ലാ ഡിഫൻസസും നിയമപരമായി അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ഇതിനകത്തുനിന്ന് പണം വാങ്ങിയ കാര്യം ഈ റെക്കോർഡ് ഇതിൻ്റെ ഒരു ഭാഗത്ത്, ഈ ഓർഡറിൻ്റെ ഒരു ഭാഗത്ത് 11ാം പേജിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇംപ്യൂൺഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എൻട്രി സബ്മിഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി അപ്പീൽ കോടതികളിലേക്ക് പോവുകയാണെങ്കിൽ ഈ 135 കോടി എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കാൻ ശേഷിയുള്ള ന്യായാധിപന്മാരല്ലേ അവിടെ ഇരിക്കുന്നത്. ഒരു സബ്മിഷൻ നടത്തി എന്നത് ആണ്, അത് പറഞ്ഞല്ലോ, അത് ഹൈക്കോടതിയിൽ പറഞ്ഞു 1,22,00,000 എന്തിനാണ് SFIO എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിനെ സംബന്ധിച്ച് ഈ ഉത്തരവ് വായിക്കുമ്പോഴാണ് എൻ്റെ പോയിന്റ് ഇത് മാത്രമാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് മേൽക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരികയാണെങ്കിൽ ഈ ഉത്തരവ് വായിക്കുന്ന ഏതൊരാൾക്കും ഇതിനകത്ത് ഈ പതിഞ്ഞു കിടക്കുന്ന ഈ 135 കോടി സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്നുള്ളതും വലിയൊരു അഴിമതിയാകുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇതെന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ചെറിയ തുകയുടെ പുറത്തുള്ള അന്വേഷണം അല്ല എന്ന് ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ സബ്മിഷൻ്റെ ഭാഗമായിട്ടെങ്കിലും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന മേൽക്കോടതിയിൽ വരികയില്ലേ? ഇതിനെ സംബന്ധിച്ചൊരു ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു സബ്മിഷൻ ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാരിനും അവരും നിർബന്ധിതരാകുകയില്ലേ? അപ്പോൾ കാര്യങ്ങൾ ഇത് റെക്കോർഡിൽ വന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും റിലീഫ് ഇനി ഏതെങ്കിലും മേൽക്കോടതി നടപടിയിൽ കിട്ടുവാനുള്ള സാധ്യതയുള്ളൂ. നിയമപരമായിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്നത്.